നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ ദൈവമക്കൾക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ മാളിക മുറി പ്രഭാഷണത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്കാണ് നമുക്ക് കടന്നു വരുവാൻ ദൈവം അവസരം തന്നിട്ടുള്ളത്. അതിന്റെ 17-ാം അധ്യായം നാം ഓർത്തതുപോലെ നമ്മുടെ കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ്. നമ്മുടെ കർത്താവ് ഒരു മഹാപുരോഹിതൻ എന്ന നിലയിൽ ഇന്നും തൻ്റെ ജനത്തിനു വേണ്ടി മധ്യസ്ഥനായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നൽകുന്ന സന്തോഷവും ആശ്വാസവും ചെറുതല്ല എന്നുള്ളത് നമുക്കറിയാം. ആ കർത്താവ് ആ പ്രാർത്ഥനയിൽ അവൻ സ്വർഗത്തേക്ക് നോക്കി പിതാവിനോട് ആണ് പ്രാർത്ഥിച്ചത് എന്നുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ധ്യാനിക്കുവാനായിട്ട് കഴിഞ്ഞു. പിതാവിനെ സ്വർഗസ്ഥനായ പിതാവേ എന്നും പരിശുദ്ധ പിതാവേ എന്നും നീതിയുള്ള പിതാവേ എന്നും ഒക്കെ വിളിച്ചാണ് ആ കർത്താവ് പിതാവിന്റെ സന്നിധിയിൽ അഭയയാചന കഴിച്ചത് എന്നുള്ളത് നാം കണ്ട ഒരു കാര്യമാണ്. ഇന്ന് നാം വീണ്ടും ആ 17-ാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, അവിടെ ഈ അധ്യായത്തിൽ നമ്മൾ കണ്ടു, അല്ലെങ്കിൽ നമുക്ക് കാണാനായിട്ട് ശ്രമിക്കുന്ന കാര്യം, ആരാണ് പ്രാർത്ഥിച്ചത്, ആരോടാണ് പ്രാർത്ഥിച്ചത്, ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് എന്നുള്ള വിഷയങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആരോടാണ് പ്രാർത്ഥിച്ചത് എന്നുള്ളതാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടത്. ഇന്ന് ആരാണ് ഈ പ്രാർത്ഥന നടത്തുന്നത്, ആരാണ് ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്, അത് നമുക്ക് ചിന്തിക്കുവാൻ ആവശ്യമുള്ള ഒരു കാര്യമാണ്. 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം കണ്ടു, ഇത് സംസാരിച്ചിട്ട് യേശു. അപ്പോൾ യേശു എന്ന ആ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അവൻ മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നപ്പോൾ സ്വീകരിച്ചതായ ഒരു പേരാണ് യേശു എന്നുള്ളത് എന്ന് നമുക്കറിയാം. ആ യേശുവാണ് സ്വർഗത്തേക്ക് നോക്കി അവൻ പ്രാർത്ഥിച്ചത്. ആ യേശു അവൻ ആരായിരുന്നു എന്നുള്ളത് നമുക്ക് ധ്യാനിക്കുവാൻ കഴിയേണ്ട ഒരു വിഷയമാണ്. ഈ അധ്യായത്തിൽ നിന്നും ഇതര വേദഭാഗത്തു നിന്നും ചുരുക്കം ചില ആലോചനകൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ ഇടയാകണം. അവിടെ യേശു എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്ക് അവിടെ കർത്താവ് പറയുന്നത്, പിതാവേ നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ. അപ്പോൾ യേശു അവിടെ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന വാക്കെന്താണ്? യേശു ആരാണ്? നിന്റെ പുത്രനാണ്, നിന്റെ പുത്രനാണ്. എന്താ പുത്രൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, നാം പലപ്പോഴായിട്ട് ധ്യാനിച്ചിട്ടുള്ളതാണ്. ആളത്വത്തിലും പ്രകൃതിയിലും തുല്യനായിരിക്കുന്നവൻ, പിതാവിന് തുല്യനായിരിക്കുന്നവൻ, അവനാണ് പുത്രൻ എന്ന് പറയുന്നത്. അപ്പോൾ പിതാവായിരിക്കുന്ന ദൈവത്തിന്റെ മുൻപാകെ കടന്നു ചെന്ന് നിന്റെ പുത്രൻ എന്ന് യേശു തന്നെ തന്നെ അഭിസംബോധന ചെയ്യുമ്പോൾ താൻ ആ പിതാവിന്റെ സന്നിധിയിൽ ഉള്ളതായിരിക്കുന്ന എല്ലാ അവകാശത്തോടും കൂടെയാണ് താൻ എന്ത് ചെയ്യുന്നത്? ആ പ്രാർത്ഥന അവിടെ കഴിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ കർത്താവ് അവൻ നിത്യതയിലെ പുത്രനാണ് എന്ന് നമുക്കറിയാം. അവൻ എന്നു മുതൽ പുത്രനാണ്? നിത്യതയിലെ അവൻ പുത്രനാണ് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ നാമും അവന്റെ പുത്രന്മാരാണ്, നാമും അവന്റെ മക്കളാണ്, ആ കാര്യത്തിന് തർക്കമില്ല. എന്നാൽ യേശുവിന്റെ പുത്രത്വവും നമുക്ക് ലഭിച്ചതായ പുത്രത്വവും തമ്മിൽ വ്യത്യാസമുണ്ട്.
യേശുക്രിസ്തുവിന്റെ പുത്രത്വം എന്ന് പറയുന്നത് അത് നിത്യമായ പുത്രത്വമായിരുന്നെങ്കിൽ, നമ്മുടെ പുത്രത്വം എന്ന് പറയുന്നത് അത് നമുക്ക് ലഭിച്ചതായ പുത്രത്വമാണ്. ആ പുത്രത്വം എപ്പോഴാണ് നമുക്ക് ലഭിച്ചത്? നാം യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചപ്പോൾ ലഭിച്ചതായ പുത്രത്വമാണ് നമുക്ക് ലഭിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. എന്നാൽ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, പല വേദഭാഗങ്ങളിലും അത് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ വായിക്കുന്നത് നമ്മുടെ പിതാവായ ദൈവം, 3-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ. അപ്പോ പിതാവായിരിക്കുന്ന ദൈവം യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമാണ്, നമ്മുടെയും പിതാവും ദൈവവുമാണ്. അപ്പോൾ ഈ പ്രാർത്ഥിക്കുമ്പോ ദൈവദാസന്മാര് ഒക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്, കർത്താവിനോട് കൂടെ പിതാവിന്റെ മുൻപിലേക്ക് കടന്നു ചെല്ലുവാനുള്ള അവകാശവും പ്രാഗൽഭ്യവും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. കാരണം പിതാവായിരിക്കുന്ന ദൈവം നമ്മുടെയും ദൈവവും പിതാവുമാണ്. അവൻ യേശുക്രിസ്തുവിന്റെയും ദൈവവും പിതാവുമാണ്. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആ പുത്രന്റെ നാമത്തിൽ ഞങ്ങൾ അടുത്തു വരുന്നു എന്നൊക്കെ പറയുമ്പോ ആ യേശുവിനോട് കൂടെയാണ് പിതാവായ ദൈവത്തിന്റെ മുൻപിൽ മഹാപുരോഹിതനായ യേശു നിൽക്കുമ്പോൾ അവനോട് കൂടെയാണ് പുരോഹിത വർഗമായിരിക്കുന്ന നാമം അവിടെ ചേർന്ന് നിൽക്കുന്നത് എന്നുള്ളത് അതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ ഇവിടെ യേശു തന്നെ കുറിച്ച് തന്നെ പറയുന്നത് താൻ ആരായിരുന്നു എന്ന് അവിടെ പറയുന്നു, ഞാൻ നിന്റെ പുത്രൻ എന്നുള്ള നിലയിലാണ്. ഇനി അതിന്റെ മറ്റൊരാശയം അതോടുകൂടെ തന്നെ വരുന്നത് 5-ാമത്തെ വാക്യത്തിലാണ്. 17-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം അവിടെ വായിക്കുന്നത്, ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം. അപ്പോ താൻ എന്ന് മുതലുള്ളവനായിരുന്നു എന്ന് അവിടെ വ്യക്തമാക്കുന്നു. എന്ന് മുതലാണ്? യേശു തന്നെ കുറിച്ച് തന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് പറയുന്ന വാക്കുകളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ എന്നുള്ളതാണ്, ഞാൻ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം. അതേ വാക്ക് തന്നെ നമുക്ക് അതിന്റെ 24-ാമത്തെ വാക്യത്തിലും നാം വായിക്കുന്നത്, പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട്. അപ്പോ ഈ ലോകത്തെ ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ ആരുമുണ്ട് അവിടെ? നമ്മുടെ കർത്താവ് അവിടെ ഉണ്ട്. ഒട്ടും കുറഞ്ഞവനായിട്ടല്ല അവിടെ കാണുന്നത്. നാം വായിക്കുന്നത് എന്താ? ലോകത്തെ സ്ഥാപിക്കുന്നതിന് മുൻപ് എനിക്ക് നിന്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നതായ ആ മഹത്വം എന്നാണ്. ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ നീ എന്നെ സ്നേഹിച്ചിരുന്നു എന്നാണ്. അപ്പോൾ ആ പിതാവിന്റെ മഹത്വത്തിലും പിതാവിന്റെ സ്നേഹത്തിലും പിതാവിന് തുല്യനായി അവൻ സ്വർഗത്തിൽ ഉണ്ടായിരുന്നവനാണ് എന്നുള്ളത് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയേണ്ട ഒരു കാര്യമാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ തന്നെ 4-ാമത്തെ വാക്യം നാം വായിക്കുന്നുണ്ട്, അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. അപ്പോൾ പിതാവായിരിക്കുന്ന ദൈവം നമ്മെ തെരഞ്ഞെടുത്തതും ലോകസ്ഥാപനത്തിന് മുൻപെയാണ്. അത് ആരിലാണ് തെരഞ്ഞെടുത്തത്? അവനിൽ തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ ആരുണ്ട്? നമ്മുടെ കർത്താവ് അവിടെ ഉണ്ട് എന്നുള്ളത് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ലോകസ്ഥാപനത്തിന് മുൻപേ മുന്നറിയപ്പെട്ടിരുന്നവൻ എന്നാണ്
പത്രോസ് യേശുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ലോക സ്ഥാപനത്തിന് മുൻപേ മുന്നറിയപ്പെട്ടിരുന്നവൻ എന്നാണ്. അവനെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ, എബ്രായ ലേഖനം 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും. അപ്പോൾ ഈ കർത്താവിന്, തന്റെ പുത്രന് എന്ന് മുതലാണോ പിതാവുള്ളത് അന്ന് മുതൽ തന്നെ ഈ പുത്രനും ഉണ്ട് എന്ന കാര്യം നാം വ്യക്തമായി മനസ്സിലാക്കണം. ആ പുത്രനെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നാം അവിടെ വായിക്കുന്നു, പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളത്. അപ്പോൾ ഇവിടെ യേശു ക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നതായ അവന് പിതാവിന്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നതായ ആ മഹത്വത്തെ കുറിച്ച് പറയുകയാണ്. അത് ലോക സ്ഥാപനത്തിന് മുൻപേ ഉള്ളതാണ്. അപ്പോൾ കർത്താവ് ഇടക്കാലം കൊണ്ട് ഉണ്ടായ ഒരു ദൈവമല്ല എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയേണ്ട മറ്റൊരു കാര്യമാണ്. ഇനിയും കർത്താവ് തന്നെ കുറിച്ച് തന്നെ പറയുന്ന, അല്ലെങ്കിൽ അവിടെ പറയുന്ന മറ്റൊരു വാക്ക് എന്ന് പറയുന്നത് അതിന്റെ 3-ാമത്തെ വാക്യമാണ്. അവിടെ വായിക്കുന്നത് നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തു. അപ്പൊ ലോക സ്ഥാപനത്തിന് മുൻപേ ഉണ്ടായിരുന്നവൻ, അവനെ അതുപോലെ തന്നെ നിന്റെ പുത്രനായിരുന്നവൻ, ലോക സ്ഥാപനത്തിന് മുൻപേ ഉണ്ടായിരുന്ന ആ പുത്രൻ, ഇപ്പോൾ അവൻ പറയുകയാണ് നീ എന്നെ എന്ത് ചെയ്യുന്നു, അയച്ചിരിക്കുന്നു. അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, അവിടെ വായിക്കുന്നു, നീ എന്നെ അയച്ചു എന്ന് സത്യമായി അവർ അറിഞ്ഞിരിക്കുന്നു. 8-ാമത്തെ വാക്യം 2-ാം ഭാഗത്ത് പറയുന്നു, ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു. അപ്പോൾ നീ എന്നെ അയച്ചതാണ്, ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നതാണ് എന്നുള്ള ആ വാക്കും ഇവിടെ പ്രാർത്ഥനയിൽ നമ്മുടെ കർത്താവ് പിതാവിന്റെ മുൻപിൽ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിന്റെ 21-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോഴും അവിടെ വായിക്കുന്നു, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കണം. അപ്പോൾ ഇവിടെയും കർത്താവ് പറയുന്നത് ആ പ്രാർത്ഥനയിൽ താൻ ആരായിരുന്നു എന്നുള്ള ആ വാക്കുകൾ വളരെ വ്യക്തമായി പിതാവിനോട് അറിയിക്കുകയാണ്. പിതാവിന് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളല്ല. എന്നാൽ താൻ പറയുന്നു, ഞാൻ ആരാണ്, ഞാൻ നിന്റെ പുത്രനാണ്. ഞാൻ ആരാണ്, ഞാൻ ലോക സ്ഥാപനത്തിന് മുൻപേ ഉണ്ടായിരുന്നവനാണ്. ഞാൻ ആരാണ്, നീ അയച്ചതിനാൽ ഈ ലോകത്തിലേക്ക് വന്നവനാണ് എന്നുള്ള ആശയമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഇനിയും ഞാൻ ആരാണ് എന്നുള്ള, അല്ലെങ്കിൽ എനിക്ക് നിന്റെ സന്നിധിയിലുള്ളതായിരിക്കുന്ന ആ പദവി എന്താണ്, അല്ലെങ്കിൽ നിന്റെ മുൻപാകെ എനിക്കുള്ളതായ അവകാശങ്ങളും അധികാരങ്ങളും എന്താണ് എന്ന് ആ വാക്കും ഉദ്ധരിച്ചുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത്. ഇതൊക്കെ നമ്മളും പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്കും ദൈവത്തിന്റെ സന്നിധിയിലുള്ള ദൈവത്തിലുള്ളതായ ആ പ്രാഗൽഭ്യത്തെ, പദവികളെ നമുക്കും പറയുവാനും ഉപയോഗിക്കുവാനുമായിട്ട് സാധിക്കും എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിന്റെ 2-ാമത്തെ വാക്യം എന്താ വായിക്കുന്നത്? 2-ാമത്തെ വാക്യം, നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. അപ്പോൾ ആരാണ് യേശു ക്രിസ്തു? സകല ജഡത്തിന്മേലും അധികാരമുള്ളവൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ മനുഷ്യന്റെ മേലും അധികാരമുണ്ട്. ആ അധികാരം എന്തിനു വേണ്ടിയുള്ളതാണ്? നിത്യജീവൻ കൊടുക്കുവാനുള്ള അധികാരമാണ്. അത് പിന്നത്തേതിൽ, ഇന്നല്ല മറ്റു ദിവസങ്ങളിൽ അത് വിശദീകരിക്കുവാൻ ആവശ്യമുള്ള വിഷയമാണ്. നമുക്കത് പിന്നാലെ ചിന്തിക്കാൻ ആവശ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരെയും പിതാവായ ദൈവം ആരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്? പുത്രന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും എന്തു കൊടുക്കാൻ അധികാരമുണ്ട്? നിത്യജീവനെ കൊടുക്കുവാൻ അധികാരമുണ്ട്.
അതിന്റെ അർത്ഥം കാണുന്നവർക്കെല്ലാം ഇങ്ങനെ കർത്താവ് നിത്യജീവൻ കൊടുത്തുകൊണ്ടിരുന്നു എന്നല്ല അതിന്റെ ആശയം. അതൊക്കെ വളരെ വ്യക്തമായ നിലയിൽ ഇതിന്റെ ഓരോ വാക്യങ്ങളിലും ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അത് ദൈവം അനുവദിച്ചാൽ പിന്നത്തേതിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ സകല ജഡത്തിന്റെ മേലും എനിക്ക് അധികാരമുണ്ട്. അതുകൊണ്ടാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 28-18 വാക്യം നമുക്കറിയാവുന്ന വാക്യമാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, 17-7, നീ എനിക്ക് തന്നത് എല്ലാം നിന്റെ പക്കൽ നിന്ന് ആകുന്നു. എനിക്ക് ലഭിച്ചതെല്ലാം അത് നിന്റെ പക്കൽ നിന്നാകുന്നു. അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, നിന്റേത് എല്ലാം എന്റേതാകുന്നു, എന്റേതെല്ലാം നിന്റേതുമാകുന്നു. അപ്പോൾ അവൻ സകലത്തിനും അധികാരിയാണ്. പിതാവിനുള്ളതായ സകലത്തിനും ആരും അവകാശിയാണ്, പുത്രനും അവകാശിയാണ്. എന്തെല്ലാമാണോ പിതാവ് അവന് നൽകിയത്, ഇവിടെ ആ നൽകിയതിനെ കുറിച്ച് രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ വീണ്ടും ജനിച്ചതായ ദൈവമക്കളെ കുറിച്ചുള്ള ഒരു പരാമർശവും അതിനകത്ത് വരുന്നുണ്ട്. പിന്നാലെ അത് നമുക്ക് ധ്യാനിക്കുവാൻ കഴിയും. അപ്പോൾ ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയട്ടെ, പിതാവ് തന്റെ പുത്രന് എന്ത് നൽകി? സകലവും നൽകി. അവിടെ വായിക്കുന്നത് പിതാവിന് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ആർക്കുമുണ്ട്? പുത്രനുമുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, അവന് താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു എന്നാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാ. അവൻ മുഖാന്തരം എല്ലാം നമ്മോട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, അവനെയാണ്, ആരെ? തന്റെ പുത്രനെയാണ് സകലത്തിനും അവകാശിയാക്കി പിതാവായ ദൈവം വെച്ചത്. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതെല്ലാം ക്ലെയിം ചെയ്യുകയാണ്. ഞാൻ ആരാണ് കർത്താവേ? അവിടുത്തെ മുൻപാകെ വന്ന് പ്രാർത്ഥിക്കുന്ന ഈ ഞാൻ ആരാണ്? ഞാൻ സകലത്തിനും അധികാരിയാണ്. നീയാണ് എനിക്കിതെല്ലാം തന്നിട്ടുള്ളത്, നീയാണ് എന്നെ നിയമിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ആ തികഞ്ഞ ബോധ്യത്തോടു കൂടെയാണ് താന് പ്രാർത്ഥിക്കുന്നത്. അതിന്റെ തന്നെ ആ പോയിന്റിൽ തന്നെ നിന്നുകൊണ്ട് മറ്റൊരാശയം കൂടെ ഉള്ളത്, അതിന്റെ 14-ാമത്തെയും 16-ാമത്തെയും വാക്യത്തിൽ ഒരു കാര്യം നാം കാണുന്നത്, ഞാൻ ലൗകികനല്ല. 16-ാമത്തെ വാക്യത്തിലും ഞാൻ ലൗകികനല്ല. കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പറയുകയാണ്, അത് വ്യക്തമായ ഒരു കാര്യമാണ്. പക്ഷേ താൻ പ്രാർത്ഥിക്കുമ്പോൾ പിതാവിനോട് തന്നെ കുറിച്ച് പറയുകയാണ്, ഞാൻ ആരല്ല, ഞാൻ ഈ ലോകക്കാരനല്ല, ഞാൻ ഈ ലോകത്തിന് കടപ്പെട്ടവനല്ല, ഞാൻ ഈ ലോകക്കാരെ പോലെ ജീവിക്കുന്നവനല്ല, ഞാൻ ലൗകികനല്ല എന്ന് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ താൻ അവിടെ ക്ലെയിം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാമും ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോ ഇങ്ങനെ പറയുവാൻ നമുക്ക് കഴിയണം. എന്തു പറയാനായിട്ട്? ഞാനും ലൗകികൻ അല്ല, ഞാൻ ഈ ലോകക്കാരനല്ല, ഞാൻ ഈ ലോകത്തിന്റെ ആ ചിന്തകൾക്കും മോഹങ്ങൾക്കും അധീനനായി ജീവിക്കുന്നവനല്ല എന്നുള്ള പ്രാഗൽഭ്യം ഉണ്ടെങ്കിൽ മാത്രമേ എന്തിനു സാധിക്കൂ? ഈ കർത്താവിന്റെ സന്നിധിയിൽ ധൈര്യമായി ചെന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ. നാം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, നിങ്ങൾ കീഴേ നിന്നുള്ളവർ, ഞാനോ മേലിൽ നിന്ന് ഉള്ളവൻ. ഞാൻ മേലിൽ നിന്ന് ഉള്ളവനാകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അപ്പൊ ഞാൻ മേലിൽ നിന്നുള്ളവനാണ്, ഞാൻ ലൗകികനല്ല, ഞാൻ ലോകത്തിൽ നിന്ന് ഉള്ളവനല്ല, ഞാൻ മേലിൽ നിന്ന് ഉള്ളവനാണ്. ഞാൻ അങ്ങനെ ഉള്ളവനെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുവാൻ ഇടയാകും. അതേ കർത്താവ് നമ്മെ കുറിച്ചും പറഞ്ഞു. ദൈവം അനുവദിച്ചാൽ വരുന്ന ആഴ്ച നമുക്കത് ചിന്തിക്കാം. ഇവരും ആരല്ല? ലൗകികന്മാർ അല്ല എന്നാണ് കർത്താവ് നമ്മെ കുറിച്ച് പിതാവിനോട് പറയുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നത്. അപ്പോൾ താൻ പ്രാർത്ഥിക്കുന്ന സമയത്ത്
താൻ ആരായിരുന്നു എന്നുള്ളതായ ആ കാര്യത്തെ പിതാവിന്റെ മുൻപാകെ താൻ ഓർക്കുന്നു. ഞാൻ നിന്റെ പുത്രനാണ്, അത് ലോകമുണ്ടാകും മുമ്പേ ഞാൻ ഉള്ളവനാണ്, നീ അയക്കപ്പെട്ടവനാണ്, നിന്റെ അടുക്കൽ നിന്ന് വന്നവനാണ്. രണ്ടാമത് താൻ പറയുന്നതായ കാര്യം, ഞാൻ ആരാണ്? സകല ജഡത്തിന്മേലും അധികാരമുള്ളവനാണ്, നിന്റേതെല്ലാം എന്റേതാണ്, ഞാൻ സകലത്തിനും അവകാശിയാണ്, ഞാൻ ലൗകികൻ അല്ല എന്നുള്ളതായ കാര്യവും പിതാവിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. മൂന്നാമത്തെ ആശയം എന്നുള്ളത് അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതും പിതാവിനോട് പറയുകയാണ്. ആ പ്രാർത്ഥനയിൽ അതുമുണ്ട്. ഞാൻ എന്താണ് ഇവിടെ ചെയ്തത്, ഞാൻ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ആ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേൾക്കുവാനും ഉത്തരം നൽകുവാനും ആവശ്യമായ ഘടകങ്ങളായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. താന് എന്താണ് ചെയ്തത്, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നാം പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരിക്കൽ ചെയ്തതും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളാണ്. അത് ഒന്നാമതായി അതിന്റെ 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു. 17-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒന്നാമത് അവൻ ചെയ്തത് എന്താണ്? പിതാവിന്റെ നാമം അവൻ എന്തു ചെയ്തു? ഈ ലോകത്തിന് നീ എനിക്ക് തന്നിട്ടുള്ളവർക്ക് അത് വെളിപ്പെടുത്തി നൽകുന്നു എന്നാണ്. നാം മറ്റൊരു ഭാഗത്ത് വായിക്കുന്നുണ്ടല്ലോ, പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുന്നവനല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. അപ്പോൾ പുത്രനായിരിക്കുന്നവൻ പിതാവിനോട് പറയുകയാണ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്നുള്ളത് എന്താണ്? നിന്നെ ഈ ലോകത്തിന് ഞാൻ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോ മനുഷ്യരോടും നിന്നെ കുറിച്ച് ഞാൻ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർത്താവ് അവിടെ പറയുന്നത്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ അവന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവാണ് പിതാവായ ദൈവത്തെ, ഈ ദൈവമുണ്ട്, ഒരു ദൈവമുണ്ട് എന്നുള്ളത് ലോകത്തിന് വെളിപ്പെടുത്തി നൽകിക്കൊണ്ടിരുന്നത്, ഇന്നും നൽകിക്കൊണ്ടിരിക്കുന്നത് ആര് തന്നെയാണ്? കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നാം കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ ആ തേജസ്സിന്റെ അവന്റെ പ്രതിമ. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്ന് പറഞ്ഞാൽ അവൻ അദൃശ്യനായ ദൈവത്തിന്റെ റെവലേഷൻ എന്നാണ് ഇംഗ്ലീഷിൽ. അവന്റെ ആ വെളിപ്പാട്, ആ ദൈവം ആരാണ് എന്നുള്ളതിന്റെ ശരിയായിരിക്കുന്ന വെളിപ്പാട് ആരിലൂടെയാണ് വെളിപ്പെടുത്തിയത്? അത് പുത്രനിലൂടെയാണ്. അത് പുത്രൻ പിതാവിനോട് പറയുകയാണ്, ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? നിന്നെ ഈ ലോകത്തിന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, അവൻ അവന്റെ തത്വത്തിന്റെ മുദ്രയാണ് എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിന്റെ തനി പകർപ്പാണ് ആര്? കർത്താവായ യേശുക്രിസ്തു എന്നുള്ളത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും പിതാവായ ദൈവമേ, അങ്ങയെ ഞാൻ ഈ ലോകത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഞാൻ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ 17-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യമാണ്. അവിടെ നാം കാണുന്നു, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്തിനാണ് ഞാൻ ഇങ്ങനെ നിന്നെ കുറിച്ച് വെളിപ്പെടുത്തുന്നത്? എന്തിനാണ് അവിടെ വെളിപ്പെടുത്തുന്നത്? അവിടെ വായിക്കുന്നത്, പിതാവേ, അങ്ങ് എന്നെ സ്നേഹിച്ച സ്നേഹം ഇവരിലേക്ക് പകരപ്പെടണം. ആ പകരപ്പെടുന്നവരിൽ ആരിലൊക്കെയാണോ എന്റെ സ്നേഹം പകരപ്പെടുന്നത് അവരിൽ ഞാൻ ആയിത്തീരണം. അപ്പോൾ പിതാവായിരിക്കുന്ന ദൈവത്തെ
ഇങ്ങനെ ദിനംതോറും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എന്താണ് എന്റെ ലക്ഷ്യം? നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അത് ആരിലേക്ക് ഒഴുകണം? ഈ മനുഷ്യരിലേക്ക് പകരപ്പെടണം. മാത്രമല്ല, ആരിലേക്കെല്ലാം എന്റെ സ്നേഹം പകരപ്പെടുമോ അവരിലേക്ക് ഞാന് ആയിത്തീരണം. അപ്പോൾ ഇന്നും ദൈവം, നമ്മുടെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അത് കർത്താവ് നേരിട്ടല്ല, ഇന്ന് നമ്മിലൂടെ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? പിതാവായ ദൈവത്തെ ഈ ലോകത്തിന് മുൻപാകെ വെളിപ്പെടുത്തുകയാണ്. അതിന്റെ പ്രധാനമായ ലക്ഷ്യം എന്താണ്? അവൻ നമ്മിൽ ആയിത്തീരണം. പിതാവിന്റെ സ്നേഹമാണ് പുത്രനിലേക്ക് പകരപ്പെട്ടതെന്നും ആ സ്നേഹം പകരപ്പെടുന്ന ആരും കൂടെ വരുന്നു, യേശു ക്രിസ്തു അവന്റെ ഉള്ളിലാകുന്നു. അതിന്റെ എല്ലാം വളരെ ആഴമേറിയ അർത്ഥങ്ങളാണ് ഈ കാര്യത്തിലെല്ലാം എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയും നാം അതിന്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു കാര്യം, താൻ ചെയ്തതും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളെ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അവിടെ മറ്റൊരു അർത്ഥമുള്ളത്, ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുന്നു, ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വേർതിരിക്കുന്നു എന്നാണ് ആ വാക്കിന്റെ ആശയം. ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ എന്ത് ചെയ്തു? അല്ലെങ്കിൽ ഞാൻ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതിനേക്കാൾ അന്ന് നമ്മുടെ കർത്താവ് ചെയ്ത കാര്യമാണത്. എന്ത്? ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വേർതിരിച്ചിരിക്കുന്നു, അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു. ആ സമർപ്പണത്താൽ, ആ വേർതിരിച്ചു നിന്നതിനാൽ നമ്മുടെ കർത്താവ് ഏൽക്കേണ്ടി വന്നത് എന്താണ്? ഈ പ്രാർത്ഥിക്കുന്ന ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു, വേർപെടുത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ, ആ വേർപെടൽ ഉണ്ടായതിനാൽ, ഒരു സെപ്പറേഷൻ വന്നതിനാൽ, സമർപ്പണം ഉണ്ടായതിനാൽ നമ്മുടെ കർത്താവ് തന്റെ ജീവിതത്തിൽ അനുഭവിച്ചത് നിസ്സാരമായ കാര്യങ്ങൾ അല്ല. നേരത്തെ നാം കണ്ടു, നിങ്ങൾ ലോകക്കാരല്ല, അതുകൊണ്ട് ലോകം നിങ്ങളെ പകച്ചു. 15-ാം അധ്യായത്തിൽ നാം അത് കണ്ടതാണ്. ഞാൻ ലൗകികനല്ല, അതുകൊണ്ട് ലോകം എന്നെ പകച്ചു. നിങ്ങൾ ലൗകികരല്ല, അതുകൊണ്ട് ലോകം നിങ്ങളെ പകച്ചു. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി വിശുദ്ധീകരിക്കപ്പെട്ടതുകൊണ്ട്, അർത്ഥാൽ വേർതിരിക്കപ്പെട്ടതുകൊണ്ട്, സമർപ്പിതനായി മാറിയത് കൊണ്ടാണ് എന്ത് ചെയ്യപ്പെടേണ്ടി വന്നത്? ബത്ലഹേം മുതൽ കാൽവറിയോളം ആ കർത്താവ് അനുഭവിച്ച സകല വേദനകളും ഭാരങ്ങളും. അപ്പോൾ ഞാൻ ഇവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ എന്നെ തന്നെ വേർതിരിച്ചതിനാൽ ആർക്കെല്ലാമാണോ ഗുണം കിട്ടിയത് അവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ പ്രാർത്ഥിക്കുന്നു. അതാണ് അവിടെ കർത്താവ് പിതാവിന്റെ മുമ്പിൽ പറഞ്ഞതായിരിക്കുന്ന കാര്യം എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് കർത്താവ് ചെയ്തത് എന്നുള്ളത് വീണ്ടും നാം അതിന്റെ 8-ാമത്തെ വാക്യത്തിലും 14-ാമത്തെ വാക്യത്തിലും വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത്, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. 14-ാമത്തെ വാക്യത്തിലും ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. അത് കർത്താവ് അന്ന് അവർക്ക് കൊടുത്തു, അല്ലെ? നാം അത് മറ്റു ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണോ പിതാവ് പുത്രനെ ഏൽപ്പിച്ചത് അതാണ് ആർക്ക് നൽകിയത്? തന്റെ ശിഷ്യന്മാർക്ക് അവൻ പകർന്ന് നൽകിയത് എന്ന് നാം വായിക്കുന്നുണ്ട്. ഇന്നും നമുക്ക് ആരാ വചനം തരുന്നത്? ഈ കർത്താവ് തന്നെയാണ് തരുന്നത്. അവൻ നമുക്ക് വചനം തന്നുകൊണ്ടേ ഇരിക്കുന്നു. ആ വചനത്താലാണ് നാം അത് അവിടെ വായിക്കുന്നുണ്ട്. ഞാൻ അവരോട് പറഞ്ഞ വചനം അവർ കൈക്കൊണ്ടു, ആ പറഞ്ഞ വചനം അവർ വിശ്വസിച്ചു, ആ പറഞ്ഞ വചനം
അവർ അനുസരിച്ചു എന്ന് അവരെ കുറിച്ച് കർത്താവ് പിതാവിനോട് പറയുന്നതായ വാക്കുകളും നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തു. അത് മാത്രമല്ല, 22-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തു. വചനം തരിക മാത്രമല്ല, കർത്താവിന് പിതാവായിരിക്കുന്ന ദൈവം കൊടുത്തതായ മഹത്വം, അതിന്റെ ആഴം എന്താണ് എനിക്കറിഞ്ഞുകൂടാ. നമ്മുടെ കർത്താവിന് പിതാവിന്റെ സന്നിധിയിൽ ഉണ്ടായിരുന്ന മഹത്വം എത്രയോ വലുതായിരുന്നു അല്ലേ? എന്നാൽ ഇവിടെ നാം വായിക്കുന്നത് എന്താണ്? 22-ാമത്തെ വാക്യത്തിൽ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം, പിതാവ് പുത്രന് നൽകിയ മഹത്വം അവൻ ആർക്ക് നൽകുന്നു? നമുക്കും അവൻ കൈമാറുന്നു, നമുക്കും അവൻ നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്റെ പ്രാർത്ഥനയിൽ നമ്മെ എന്തുമാത്രം ഗണിക്കുന്നു അവൻ, നമ്മെ എന്തുമാത്രം അവൻ സ്നേഹിക്കുന്നു, നാം എങ്ങനെയെല്ലാം ആയിത്തീരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ആ കർത്താവ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയും ഈ നിലയിലൊക്കെ ആയിത്തീരുന്നുവെങ്കിൽ അതെത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒന്നായിരിക്കും. ഇനി അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് എന്താണ്? 12-ാമത്തെ വാക്യത്തിൽ ഞാൻ അവരെ സൂക്ഷിച്ചു, ഞാൻ അവരെ നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു, ഞാൻ അവരെ സൂക്ഷിച്ചു. അതും ഇന്നും കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവ് നമ്മെ സൂക്ഷിക്കുകയാണ്. വീഴാതെ വണ്ണം യൂദായുടെ ലേഖനം 24-ാമത്തെ വാക്യത്തിൽ അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അവൻ നമ്മെ വീഴാതെ വണ്ണം എന്ത് ചെയ്യുന്നു? അവൻ നമ്മെ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ നാം അവിടെ വായിക്കുന്നത്, അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ നിന്റേതും എന്റേതുമാകുന്നു, ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു, ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം, ദൈവപുത്രനായ യേശു ക്രിസ്തു നമ്മിൽ മഹത്വപ്പെട്ടു. അതിന്റെ കാരണമാണ് മുകളിൽ നാം നേരത്തെ കണ്ടത്. നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് പ്രമാണിച്ചു. അതാണ് ആ മഹത്വം. കർത്താവ് തന്നതായ, കർത്താവ് പറയുന്നതായ വചനങ്ങൾ ആരാണോ അനുസരിക്കുന്നത് അവരാണ് ദൈവത്തിന്റെ മഹത്വം, അവരാണ് കർത്താവിന്റെ മഹത്വം എന്ന് പറയുന്നത്. ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു പിതാവേ, അതുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇനി അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാൻ ഇരിക്കുന്ന മുകളിൽ എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണം. അത് തന്റെ ഒരു വലിയ ആഗ്രഹമാണ്, കർത്താവിന്റെ ആഗ്രഹമാണ്. നീ എനിക്ക് തന്നിട്ടുള്ളവർ എന്ത് കാണണം? എന്റെ മഹത്വം കാണണം. നാം ഇതുവരെ അതൊന്നും കണ്ടിട്ടില്ല, അപ്പോസ്തലന്മാരും കണ്ടിട്ടില്ല. അവനായിരിക്കുന്ന മഹത്വം ആരും കണ്ടിട്ടില്ല. എന്നാൽ ഇനി അവിടെ കർത്താവ് പറയുകയാണ്, നീ എനിക്ക് തന്നിട്ടുള്ളവർ എന്റെ മഹത്വം ഒന്ന് കാണണം. അത് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? അവരെന്റെ കൂടെ ഇരിക്കണം. അത് ഇവിടെ ഇരിക്കുന്ന കാര്യമല്ല, നിത്യതയിൽ ഇരിക്കുന്ന കാര്യത്തെ കുറിച്ചാണ്. അവർ എന്നേക്കും ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കുമ്പോൾ മാത്രമേ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ മഹത്വം കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തൊരു വലിയ ആഗ്രഹമാണ് നമ്മുടെ കർത്താവിൻ്റെത്. അതെ, അവന്റെ മഹത്വം നമ്മൾ കാണണം, അവനോട് കൂടെ എന്നും ഇരിക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി അതിന്റെ 9-ാമത്തെ വാക്യത്തിലും 20-ാമത്തെ വാക്യത്തിലും നാം കാണുന്നു, ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. 20-ാമത്തെ വാക്യത്തിലും ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ
എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. നമ്മുടെ കർത്താവിന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? നാമല്ലേ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവിന് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? എന്നാൽ ഇവിടെ നാം ആദ്യം കേട്ടതുപോലെ താൻ ആരായിരുന്നു, താൻ ആരാണ്, താൻ എന്ത് ചെയ്യുന്നു, ഇതെല്ലാം ഓരോന്നോരോന്നായി പിതാവിന്റെ സന്നിധിയിൽ താൻ പറഞ്ഞതിന് ശേഷം താൻ പറയുകയാണ്, ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവർ പറയുന്ന വചനം കേട്ട് വിശ്വസിക്കുവാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥനയിൽ ആരുകൂടെ ഉൾപ്പെട്ടു? ഇന്ന് ഇവിടെ ഇരിക്കുന്ന നാമും അതിൽ ഉൾപ്പെട്ടു. നമ്മുടെ കർത്താവിന്റെ വീണ്ടും വരവ് വരെയുള്ളതായ ആ സമയം വരെയുള്ള സകലർക്കും വേണ്ടിയും അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതായ ഒരു കാര്യമാണ്. അങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് 4-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഒരുപക്ഷെ ആദ്യം പറയേണ്ട വാക്യം ആകാം, എന്നാൽ അവിടെ എന്റെ ധ്യാനത്തിൽ വന്ന ചിന്ത ഇങ്ങനെയാണ്: ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. അപ്പോൾ പിതാവിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ തനിക്ക് പറയാനുണ്ടായിരുന്ന ആ കാര്യം എന്താണ്? തന്റെ പ്രാഗൽഭ്യം എന്താണ്? നീ പറഞ്ഞ പ്രവൃത്തിയെല്ലാം ഞാനിവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവർക്ക് വേണ്ടി അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നത് എന്നാണ് ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു അവിടെ ആ നിലയിൽ പറയുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നത്. അപ്പോൾ ഈ നിലയിൽ നമ്മുടെ കർത്താവ് പിതാവിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു എന്നുള്ളത് നാം മനസ്സിലാക്കണം. ആ പ്രാർത്ഥന ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണ്. ഇന്നും നാം കഴിഞ്ഞ ദിവസത്തിൽ ഓർത്തതുപോലെ ഒരു മഹാപുരോഹിതനായി അവിടെ താൻ പക്ഷപാതം കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതെ, തന്റെ ആഗ്രഹങ്ങൾ എത്രയോ ശ്രേഷ്ഠമാണ്, എത്രയോ വലുതാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഒന്നുകൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ആരാണ് പിതാവിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചത്? അവിടെ കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ പുത്രനാണ്. ഞാൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നിന്റെ അടുക്കൽ ഉണ്ടായിരുന്നവനാണ്. നീ അയച്ചതിനാൽ ഈ ലോകത്തിലേക്ക് വന്നവനാണ്. ഞാൻ ആരാണ്? സകലത്തിന്റെ മേലും അധികാരമുള്ളതായ വ്യക്തിയാണ്. നീ തന്നതാണ് എനിക്ക് സകലവും, അതുകൊണ്ട് എല്ലാം എന്റേതാണ്. ഞാൻ സകലത്തിനും അവകാശിയാണ്. മാത്രമല്ല പിതാവേ, നിന്റെ നാമമാണ് ഞാൻ ഈ ലോകത്തിന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതെന്തിനാണ്? നിന്നെ വെളിപ്പെടുത്തുമ്പോഴാണ് നിന്റെ സ്നേഹം എന്നിലേക്ക് പകർന്നത് ഈ മനുഷ്യരിലേക്ക് പകരാനും ഞാൻ അവരിലാകുവാനും കാരണമായിട്ട് തീരുകയുള്ളൂ. അതുകൊണ്ട് ഈ മനുഷ്യർക്ക് വേണ്ടി, നീ എനിക്ക് തന്നിട്ടുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഞാൻ നിന്റെ വചനം കൊടുത്തു. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തു. ഞാൻ അവരെ സൂക്ഷിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. അവർ എന്റെ കൂടെ ഇരിക്കണമെന്ന് ഞാൻ അവരെ കുറിച്ച് ഇച്ഛിക്കുന്നു. അതുകൊണ്ട് പിതാവേ, ഞാൻ അങ്ങയുടെ മുൻപിൽ ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥനയിൽ വലിയൊരു മാതൃക നമുക്കും പാലിക്കുവാനായിട്ട് ഈ വാക്കുകൾ നമ്മെയും സഹായിക്കുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനയിലും അത് ഏറ്റവും ശ്രേഷ്ഠമായി വിളങ്ങി നിൽക്കുവാൻ നാമും നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം, യേശു ക്രിസ്തുവുമായിട്ടുള്ള ആ ബന്ധം, അത് എത്രത്തോളം ശ്രേഷ്ഠവും മഹത്വമുള്ളതും ആയിരിക്കുമോ അത്രത്തോളം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. കർത്താവ് കഴിച്ച ആ പ്രാർത്ഥനകൾ എന്തായിരുന്നു എന്നുള്ളത് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. നമുക്ക് ഓർക്കാൻ കഴിയുന്ന കാര്യം, ആ പ്രാർത്ഥനകൾക്കെല്ലാം തന്നെ ഉത്തരവും ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും മഹത്വമേറിയ കാര്യമായിട്ടിരിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു നാഥനുണ്ട്, ഒരു കർത്താവുണ്ട് എന്നുള്ള ആ വലിയ പ്രത്യാശയോടെ നമുക്ക് പിരിയാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.